നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് വിജയിച്ച ടീം ഇന്ത്യക്ക് BCCI 131 കോടി രൂപ ക്യാഷ് റിവാർഡ് പ്രഖ്യാപിച്ചിരുന്നല്ലോ. കഴിഞ്ഞ T20 വേൾഡ് കപ്പ് വിജയിച്ചപ്പോൾ 125 കോടിയായിരുന്നു. ഇപ്പോൾ 131 കോടി ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് താരങ്ങൾക്കിടയിലും കോച്ചിങ് സ്റ്റാഫിനും സപ്പോർട്ട് സ്റ്റാഫിനും ഇടയിൽ വീതം വെക്കുക? അതിൻ്റെ ഒരു കണക്കൊന്നും ഒഫീഷ്യലി BCCI പുറത്തുവിട്ടിട്ടില്ല. BCCI പറഞ്ഞത് 131 കോടി രൂപ ഇതാ താരങ്ങൾക്കും അതായത് ടീമിനൊന്നാകെ സപ്പോർട്ട് സ്റ്റാഫിനും ഒക്കെ ആയിട്ട് അനൗൺസ് ചെയ്യുന്നു എന്നാണ് ദേവജിത്ത് സാക്കി ഇറക്കിയിട്ടുള്ള ആ ഒരു കുറിപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വീതം വെക്കുക എന്നതിൻ്റെ ഒരു വാർത്ത ദി ഹിന്ദു പുറത്തുവിടുന്നുണ്ട്. ഇത് ഒഫീഷ്യലി BCCI പറഞ്ഞതല്ല, പക്ഷേ ദി ഹിന്ദു അവർ മനസ്സിലാക്കിയതനുസരിച്ച് പുറത്തുവിടുന്ന കണക്കാണ്. ദി ഹിന്ദു അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഈച്ച് ഓഫ് ദി 15 പ്ലെയേഴ്സ് ഇൻ ദി സ്ക്വാഡ് വിൽ റിസീവ് 6 crore ഈച്ച്. അതായത് ഓരോ ഇന്ത്യൻ താരത്തിനും 6 കോടി വീതം രൂപയാണ് ലഭിക്കുക ക്യാഷ് റിവാർഡായിട്ട്. ഇത് മറ്റ് കണക്കുകളിലൊക്കെ പുറമെ അഡീഷണൽ കൊടുത്ത ക്യാഷ് റിവാർഡാണ് എന്ന കാര്യം നോക്കുക. ഏതായാലും 6 കോടി രൂപ താരങ്ങൾക്ക് 15 താരങ്ങൾക്കും ലഭിക്കും. അപ്പോൾ ബാക്കി 41 കോടി രൂപയുണ്ടാവും. ബാക്കി വരുന്ന 41 കോടി രൂപ ദാറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദി കോച്ചിങ് സ്റ്റാഫ് ആൻഡ് അതർ സപ്പോർട്ട് സ്റ്റാഫ് മെമ്പേഴ്സ് എന്നാണ് ദി ഹിന്ദുവിൻ്റെ റിപ്പോർട്ട്. അതായത് ബാക്കി വരുന്ന തുക കോച്ചിങ് സ്റ്റാഫിനും സപ്പോർട്ട് സ്റ്റാഫിനും ഇടയിൽ 41 കോടി രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ചുരുക്കത്തിൽ ഈ 131 കോടി രൂപ ഇങ്ങനെ ഓരോ താരങ്ങൾക്കും 6 കോടി വീതം വെച്ച് കൊടുക്കും. ബാക്കി പൈസ സപ്പോർട്ട് സ്റ്റാഫിനും അതുപോലെ കോച്ചിങ് സ്റ്റാഫിനും ഒക്കെ ആയിട്ട് കൊടുക്കുമെന്നാണ് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇതൊരു വലിയ വിജയമാണ്. ഇന്ത്യ ഇപ്പോൾ ICC T20 വേൾഡ് കപ്പ് 2 തവണ തുടർച്ചയായിട്ട് നേടുന്ന ആദ്യ ടീമായിട്ട് മാറിയെന്ന് മാത്രമല്ല 3 തവണ T20 വേൾഡ് കപ്പ് നേടുന്ന ആദ്യ ടീമായി മാറുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ തന്നെ കിരീടം ചൂടി സ്വന്തം നാട്ടിൽ ICC T20 വേൾഡ് കപ്പ് കിരീടം ചൂടുന്ന ആദ്യ ടീം എന്ന റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും താരങ്ങൾ അവരുടെ വീടുകളിലും മറ്റുമൊക്കെ ആയിട്ട് വിശ്രമത്തിലൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ IPL പൂരമാണ്. അതിനു മുമ്പ് മാർച്ച് 15 ഡൽഹിയിൽ ഒരു BCCI അവാർഡ് സംഘടിപ്പിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഈ താരങ്ങളെയും അതുപോലെ തന്നെ മറ്റ് വിജയങ്ങൾ നേടിയിട്ടുള്ള, അതായത് വനിതാ ടീം ലോകകപ്പ് നേടിയിട്ടുണ്ടായിരുന്നു, അണ്ടർ-19 ടീം ലോകകപ്പ് നേടിയിട്ടുണ്ടായിരുന്നു. ഈ ടീമുകളിലെ താരങ്ങളെയൊക്കെ ആദരിക്കുമെന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.